ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് വീഡിയോ ഇടായിരുന്നതാണ്. കാരണം ഒരു സർപ്രൈസ് പറയാനുണ്ട്. ഞാൻ ഓൾറെഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു നല്ല കാര്യം അതുപോലെ തന്നെ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യം നല്ലൊരു ദിവസമായിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് നല്ല കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ആ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് December 5 എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരണം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്ക് ഒരു 100 ലൈക്ക് ഇന്ന് സെറ്റാക്കണം. അപ്പോൾ നിങ്ങളെനിക്ക് 100 ലൈക്ക് സെറ്റാക്കണം. അതിന് സമയവും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. പക്ഷേ നിങ്ങളെനിക്ക് 100 ലൈക്ക് തരണം ഗൈസ്, ഓക്കെ? എന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. സോ അതുകൊണ്ട് നിങ്ങളെനിക്കൊരു 100 ലൈക്ക് സെറ്റാക്കി തരണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സോ നിങ്ങൾ സെറ്റാക്കി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് എന്താണ് സാഡ് ന്യൂസ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആ സാഡ് ന്യൂസ് പറയാം. നിങ്ങളാരും പേടിക്കേണ്ട, ഞാൻ യൂട്യൂബ് നിർത്തി പോകാനൊന്നും പോകുന്നില്ല. പിന്നെ എന്താ സാഡ് ന്യൂസ് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ചെറിയൊരു ബ്രിഡ് കാര്യങ്ങളൊക്കെ ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചു. എടുത്തു വെച്ചു, പക്ഷേ ഞാൻ എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇനിയുള്ള വീഡിയോസിൽ ഞാനത് കാണിക്കാം. അപ്പോൾ നിങ്ങളിപ്പോഴേ ഒന്ന് കണ്ടു. കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല ഗേസ്. നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വട്ടത്തെ സാധനം പറഞ്ഞു. അപ്പം ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നമുക്കിവരെ ഒക്കെ നമുക്ക് ബൈ പറയാം. ഓക്കെ, എല്ലാവരെയും തുറന്ന് കാണിക്കാൻ വയ്യ. ദിവനെ മാത്രം നമ്മൾ തുറന്ന് കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ കാണാം, ടാറ്റ. ഓക്കെ, ബാക്കി എല്ലാവരോടും ഞാൻ ബൈ പറയുന്നുണ്ട്. ആൻഡ് ഞാൻ നിങ്ങളെ മിസ് ചെയ്യും, എന്തായാലും മിസ് ചെയ്യും ഗൈസ്. കാരണം ഇതിപ്പോൾ എൻ്റെ ഒരു വർക്ക് പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ മെയിൻലി എൻ്റെ വീടാണ്, കാര്യങ്ങളാണ്. അതിന് മുമ്പ് ഒരു സാധനം ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല. ഞാൻ ഇവന് ഭയങ്കര കമ്പനി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂടെ ഇച്ചിരി നേരമെങ്കിലും റൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇവനോടും ബൈ പറയാം. ടാറ്റ, ബൈ. അത്ര മതി. നമുക്ക് ഒരുപാട് ഇതൊന്നും വേണ്ട. അവനോടുള്ള അത്രയും സ്നേഹമൊക്കെ മതി. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് എൻ്റെ വീട് കണ്ടു ഗൈസ്. ഇത് രസമാണ് മഞ്ഞിക്കൂടെ കാണാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി നമ്മുടെ ബാക്കി സ്ഥലത്തേക്ക് പോകാം. ഇച്ചിരി ലാഗ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇൻസ്റ്റയൊക്കെ എടുത്തേ. നമുക്ക് സ്റ്റോറിയൊക്കെ ഇട്ട് പറപ്പിക്കണം. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റയൊക്കെ എടുത്തേ. ആൻഡ് നമ്മുടെ കുളം നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പണിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ കുളം കാണാൻ രസമൊക്കെ ഉണ്ടല്ലോ. ഇതിനകത്ത് 3 പേരെയും പിടിച്ചിട്ടുണ്ട്. ഈ മീനെ പിടിക്കാൻ എപ്പോൾ പോയാലും ഞാൻ ചാവുന്നുണ്ട്. അതിൻ്റെ ലെവൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും ലെവലാക്കിയത് ഞാൻ ട്രേഡ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മുടെ പാലം, എനിക്ക് വിഷമമൊക്കെ ആയിട്ടുള്ളൊരു പാലാണ്. ഇതിലേക്കൂടെ നടക്കുമ്പോൾ നല്ല ഫീലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പാലം, അതിനിവിടെ ഒരാൾ പിണങ്ങി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. അതാരാണ് ഞാൻ പറഞ്ഞുതരാം. പേരൊന്നും ഇട്ടിട്ടില്ല, നമുക്ക് പേരൊക്കെ ഇടണം. തിരിഞ്ഞു നോക്കും മാൻ, പിണങ്ങി അങ്ങോട്ട് ഇരിക്കുക. അത് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ കാണുള്ളൂ. എൻ്റെ കണ്ണ് നോക്കുക ഗൈസ്, എൻ്റെ നിഷ്കളങ്കമായ നോട്ടം. എനിക്ക് എൻ്റെ കണ്ണ് കാണാൻ വയ്യ. ഞാൻ പോവാണ് ഗൈസ്, എനിക്ക് പോകണം. എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പം കാണാം. ടാറ്റ, ബൈ, സീ യു, ഗുഡ് ബൈ. എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല ഗൈസ്, എന്തോ നിഷ്കളങ്കമായ നോട്ടം. ഓ മൈ ഗോഡ്. ഓക്കെ, കുഴപ്പമില്ല, സന്തോഷം മാത്രം. അപ്പോൾ നമുക്കിനി പോയിട്ട് നമ്മുടെ ബാക്കി സ്ഥലത്തേക്ക് നമുക്ക് ഒന്നെങ്കിൽ ഫാമിലിയൊക്കെ തന്നെ പോകാം. ബിക്കോസ് അവിടെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഭാഗമാണല്ലോ. അപ്പോൾ ആദ്യമേ നമുക്ക് അവിടെയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം. അല്ലേ, അതായിരിക്കും ബെസ്റ്റ് കേട്ടോ. ഈ വീഡിയോ ഞാനൊന്നും ക്രോപ്പൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതവിടെ 2 പശുവിനെ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മൾ 2 പശുവിനെ, വെള്ള കളറുള്ള 2 പശുക്കളെ നമ്മളിവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്ക് ഇവരെ നമ്മൾ ഒരു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടതാണ്. അപ്പോൾ അവർ 2 പേരുണ്ട്. ബാക്കിയുള്ളതിന് ഞാൻ ചില്ല് ചെയ്തു. ആൻഡ് നമ്മുടെ അയൺ ഫോം, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത അയൺ ഫോമാണ്. ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഇനി ഞാൻ വേറെ അയൺ ഫാം ബിൽഡ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കും. ബിക്കോസ് ഇത് നടക്കണ പരിപാടിയല്ല കേസ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ അതിനകത്തൊന്നും ഇല്ല. സന്തോഷം എനിക്കിവിടെ നിൽക്കുന്നതേ എന്തോ പോലെ. കാരണം 3ാമത്തെ വട്ടം ഇതുപോലെ ഞാൻ പണിയുന്നത്, പ്രാന്ത് പിടിക്കുക. പക്ഷേ അത് വർക്കാവുന്നില്ല എന്ന് പറയുമ്പോൾ ഐ എം സോ സാഡ്. ബിക്കോസ് അറിയാലോ, നമ്മൾ കഷ്ടപ്പെട്ടില്ല, അതിനുള്ളൊരിത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ എല്ലാത്തിനോടൊരു മടുപ്പായിരിക്കും. സോ നമുക്കിനി ഇവിടെ നിന്ന് പോവാം. നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞങ്ങളുടെ വീട് മീൻസ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള വൈബ് വരുന്ന വീടാണ്. സോ ഞാൻ കാണിച്ചു തരാം.
നിങ്ങൾക്കൊക്കെ അറിയാം, ഫസ്റ്റ് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നാലും ഇപ്പോൾ കുറച്ച് ചെറിയ ചേഞ്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വഴി കൂടി ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, നമ്മുടെ വീടിൻ്റെ കാവൽക്കാരനാട്ടോ. ഇത് ക്രീപ്പറിൻ്റെ അടുത്തു നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു. ഓക്കെ, നമുക്കിനി നേരെ വീട്ടിലേക്ക് പോട്ടെ. നമ്മൾ സമയമൊക്കെ എത്ര മണിയായി? ഓക്കെ, അപ്പോൾ നമ്മുടെ വീടാണ്. വീടിൻ്റെ താഴോട്ടിറങ്ങുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവരും കണ്ടിട്ടുള്ള പോലെ തന്നെയാണ്. ഞാനിവിടെ നമ്മൾ ഡോറ് വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൂടെ അങ്ങ് ഇറങ്ങി പോവാം. ഇതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഞാൻ ഫസ്റ്റ് മേളിൽ കൂടെ ഇറങ്ങി താഴ്ന്ന് വന്ന് എന്തിനാണ് വെറുതെ. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാത്താണ് കേട്ടോ ഇത്. ഇതിലേക്കൂടെ നടക്കുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രേഡിങ് ഹാളല്ല, ബ്രീഡറുണ്ട്. ഇവിടെ ഞാനിങ്ങനെ AFK സ്പോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തിപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, 2 പേരുണ്ട് കേട്ടോ. ഞാൻ നാളെ 2 പേരെ കൊണ്ടുപോയുള്ളായിരുന്നു. അത് 2 പേരും കൂടെ ഉണ്ട്, ഞാൻ ഇവരെ കൊണ്ടുപോകും. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ബാക്കി ഭയങ്കര ലാഗല്ലേ, പക്ഷേ കുഴപ്പമില്ല, സീനില്ല. ഒട്ടന്നെ ചാടിക്കയറാൻ വന്നേക്കും, നോക്ക് അവിടെ നിന്ന് ചാടത്തേ ഉള്ളൂ കുരിപ്പുകൾ. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ ആ സാഡ് ന്യൂസ് പറയാൻ. എന്താണ് ആ സാഡ് ന്യൂസ് പറയാൻ? എനിക്കും കുറച്ച് പാടൊക്കെ ഉണ്ട്, പക്ഷേ ഇതല്ലല്ലോ നമ്മുടെ ലൈഫ്. സോ എന്താണ് ആ സാഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിർത്തുന്നു. എന്ത് യൂട്യൂബ് ചാനലല്ല, ഒരു 3 മാസത്തേക്ക്. 3 മാസം എന്ന് വെച്ചാൽ നമ്മുടെ SSLC ഉണ്ടല്ലോ, നമുക്ക് SSLC ക്രിസ്മസ് എക്സാം കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും വീഡിയോ ഇട്ടത്. ഇനി ഒരു ക്രിസ്മസ് എക്സാം അല്ല, SSLC വരെ ഞാൻ വീഡിയോ ഇടില്ല. SSLC കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ വീഡിയോ ഇട്ട് നിങ്ങളെ കംബാക്ക് അടിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഗൈസ്, ഭയങ്കര സാഡാണ്. പക്ഷേ പഠിക്കണമല്ലോ, നമുക്ക് പഠിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ SSLC തൊഴിലാളികളാണ്. ജസ്റ്റ് ജോക്ക്, റൈറ്റ്? എല്ലാം മറക്കുക ഗൈസ്. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പിന്നെ ഞാൻ പറഞ്ഞ് മറക്കണ്ട, 3 മാസം ടൈമുണ്ട്. ഈ 3 മാസം കൊണ്ട് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? 100 ലൈക്ക് തരണം. അപ്പം ഞാൻ പറഞ്ഞ നല്ല സമയമുണ്ട് ഗൈസ്. ഒന്ന് ഒരു 100 ലൈക്ക് സെറ്റാക്കി തരൂ. പിന്നെ SSLC പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിരുന്ന് പഠിച്ചോ. ഓക്കെ, അപ്പോൾ ശരി, ബൈ.